Hi everyone, this is Xavier from Evika. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ബില്ല് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനും ന്യൂസിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം നമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ കാണുന്ന കുറേ കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇനിയും ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഇതിന് അടിപൊളിയായിട്ടുള്ള കുറേ വീഡിയോസ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. സോ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിന് കുറച്ചധികം പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഒന്ന് റെസ്ക്യൂ, രണ്ടാമത് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ഇവൻറ്റിൽ വരാൻ പോകുന്ന സെപ്റ്റംബറിൽ വരുന്ന ആപ്പിൾ ഇവൻറ്റിൻ്റെ ഫുൾ ഫ്ലെജ് പ്രൊഡക്റ്റിൻ്റെ ഒരു റോഡ് മാപ്പ്, അടുത്തത് നമ്മുടെ വിഷൻ പ്രോവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആൻഡ് അവസാനത്തെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന കുറച്ച് അപ്ഡേഷൻസും, അതായത് OSൻ്റെ അപ്ഡേഷൻസും ആൻഡ് ആപ്പിളിൻ്റെ ട്രോളുകളും. നമുക്ക് ആദ്യം തന്നെ ട്രോളിന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പ് കാണിച്ചു തരാം. And you know, if you want to share with multiple people, you just tap, tap, tap. No need to wander around the room bumping your phone with others. പോലെ നിങ്ങൾ കണ്ട ആൾ തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് WWDC 2023 കണ്ട ക്രേഗ് ഫെഡറി. ഈ പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. നമ്മുടെ ഐഫോണിൽ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഞെക്കി 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 കൊടുക്കുന്നതാണ് ബെറ്റർ, അല്ലാതെ ഒരു ഡിവൈസ് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നതല്ല ബെറ്റർ എന്ന്. പക്ഷേ ഇപ്പോൾ വരുന്ന നെയിം ഡ്രോപ്പും എയർ ഡ്രോപ്പും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്നതല്ലേ ചെയ്യുന്നത്. പക്ഷേ അവിടെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസിൽ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടാപ്പ് ആൻഡ് ഷെയർ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഡിവൈസിൻ്റെ അടുത്തുകൊണ്ട് വെക്കുന്നത് ഒരു സിംഗിൾ ഷെയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിവൈസ് ആയിട്ടുള്ള ട്രാൻസ്ഫറിങ് മാത്രമാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കാരണം iOS 17 പബ്ലിക്കലി റിലീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലി റിലീസ് അല്ല, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന് പറയേണ്ടി വരുന്നത്. അടുത്തൊരു കാര്യം അല്ലെങ്കിൽ അടുത്തൊരു ഭാഗം എന്ന് ചോദിച്ചാൽ റെസ്ക്യൂ ആണ്. നമ്മുടെ പല ടൈപ്പായിട്ടുള്ള ഹൈക്കേഴ്സ് ഉണ്ട്. അതായത് ചിലവർ ഒരു ഗ്രൂപ്പ് ഓഫ് ഹൈക്കേഴ്സിനൂടെ പോകും, അല്ലെങ്കിൽ ചിലവർ സോളോ ആയിട്ട് ഹൈക്ക് ചെയ്യാൻ പോകും. അപ്പോൾ ചിലവരുടെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ വലിയ പാക്കിംഗ് ഒന്നും ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ iPhone 14 ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും പുറത്ത് ചെയ്യാൻ പറ്റും. കാരണം അമേരിക്കയിൽ ഒരു പെൺകുട്ടി ഹൈക്കിങ്ങിന് പോയപ്പോഴത്തേക്കും കാലിനൊരു ഇഞ്ചുറി പറ്റി. ആ ഒരു ഇഞ്ചുറി പറ്റിയപ്പോഴത്തേക്കും ആ പെൺകുട്ടി ചെയ്തതെന്താണെന്ന് വെച്ചാൽ എമർജൻസി SOS via സാറ്റലൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ റെസ്ക്യൂ ടീമിനെ വിളിച്ചു. ആ റെസ്ക്യൂ ടീം വന്നിട്ട് ഈ പെൺകുട്ടിനെ റെസ്ക്യൂ ചെയ്യുകയാണ് ചെയ്തത്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ അലക്സാണ്ടർ ലേസർസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ഒരു ചേട്ടൻ ലാഡറിൻ്റെ പൊക്കുന്ന, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഏണിയുടെ പൊക്കുന്ന എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽസിനള്ളി താഴത്തേക്ക് വീഴാൻ പോയി. പക്ഷേ വീണില്ല, പുള്ളിക്കാരൻ നൈസായിട്ട് ആ പറയുന്ന ലാഡറിൻ്റെ അവിടെ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 8 കിട്ടിയപ്പോൾ ഈ പറയുന്ന മറിയുന്ന ആ ഒരു മൊമെൻറ്റം അനുസരിച്ച് ആ ഒരു വ്യക്തി ഹാർട്ട് ഫോൾ, അതായത് വീണോ എന്ന് ആപ്പിൾ വാച്ച് ചോദിച്ചു. നമുക്കിതിന് 60 സെക്കൻഡ് ടൈം തരും, നമുക്കതിനൊരു റിപ്ലൈ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വീണു എന്ന് കൊടുത്താൽ നമുക്കതൊരു എമർജൻസി SOS ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ 60 സെക്കൻഡിന് ശേഷം നമ്മൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസിൻ്റെ എമർജൻസി കോണ്ടാക്റ്റിലേക്ക് ഒരു കോളോ മെസ്സേജോ ട്രിഗറാവും. അങ്ങനെ ട്രിഗർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പുള്ളിക്കാരൻ്റെ വൈഫ് വരികയും എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ആ ഒരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ആൻഡ് നമ്മുടെ ഈ പറയുന്ന ഡിവൈസുകളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഒരു ഡിവൈസിന് വരുന്ന ചില ഫോൾട്ടുകൾ പറയാം. മയാമിയിൽ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ നടന്നു. ഈ പറഞ്ഞ അൾട്രാ മ്യൂസിക് അല്ല, ഏതൊരു ഡാൻസ് ഫെസ്റ്റിവൽ നടന്നു. അതിൽ കുറച്ചധികം ആൾക്കാർ റേവ് ചെയ്തപ്പോൾ നമ്മുടെ ഈ പറയുന്ന iPhone ക്രാഷ് ഡിറ്റക്ഷൻ എനേബിൾ ആക്കി എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ കുറേ സെൻസേഴ്സ് വെച്ചാണ്. അതായത് ജൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, ബാരോസ്കോപ്പ് എന്നീ പറഞ്ഞ കുറേ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊരു മൊമെൻറ്റത്തിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയെന്ന് അറിയുന്നത്. അതായത് പെട്ടെന്ന് ഒരു കാർ ഇടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മുമ്പോട്ടോട്ട് ബാക്കിലേക്ക് പോകും. അതേപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബാക്കിലേക്ക് പോയിട്ട് മുമ്പിലേക്ക് വരും. അത് ആ ഒരു മൊമെൻറ്റം ആപ്പിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെസ്ക്യൂ ഡിവൈസുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ
നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാൻസ് പാർട്ടിലേക്ക് പോകുമ്പോൾ റേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ റേവ് ചെയ്യണേ, അപ്പം നമ്മുടെ മൊമെൻ്റ് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡിവൈസ് എന്താ സെൻസ് ചെയ്യുന്നത്? കൈ മുമ്പിലേക്ക് പോകുന്നുണ്ട്, ബാക്കിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഡിവൈസ് സെൻസ് ചെയ്യുന്നത് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ക്രാഷ് ഡിറ്റക്ഷൻ എനേബിൾ ആവുന്നത്. അടുത്തൊരു കാര്യം, നമ്മുടെ 2023 വരാൻ പോകുന്ന സെപ്റ്റംബറിലെ മെയിൻ ഇവൻറ്റിൽ റിലീസ് ആകാൻ പോകുന്ന പ്രൊഡക്റ്റുകളുടെ ലൈനപ്പാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ iPhone 15. iPhone 15 4 മോഡലുണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഡിബേറ്റ് നടക്കുന്നത് പേരിലാണ്. ഈ പറഞ്ഞ ഡിവൈസുകളുടെ പേര് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് iPhone 15, 15 Pro, 15 Max ആൻഡ് 15 Pro Max ആണോ 15 Ultra ആണോ എന്ന് ഇപ്പോഴും കുറേ ലീക്കേഴ്സ് നമ്മളുള്ള ഇടിയാണ്. ഇതിൽ ഒരു 40% ആൾക്കാർ പറയുന്നത് അൾട്ര അല്ല, നമുക്ക് ഈ പറയുന്ന പ്രോ മാക്സ് എന്ന് തന്നെ ആയിരിക്കുന്നത്. പക്ഷെ 60% ആൾക്കാർ പറയുന്നത് ഇത് പ്രോ മാക്സ് ആയിരിക്കില്ല, നമുക്കൊരു അൾട്ര വേരിയൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോ മാക്സ് ഉണ്ടെങ്കിലും ഒരു അൾട്ര വേരിയൻറ്റ് ചിലപ്പോൾ ആപ്പിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൽ നമുക്ക് USB-C വരും, പെരിസ്കോപ്പ് ലെൻസ് വരും, അതേപോലെ എല്ലാ ഡിവൈസിലും ഡൈനാമിക് ഐലൻഡ് വരും. അവസാനമായിട്ട് ചിപ്സെറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ iPhone 15 മാക്സിലും നമുക്ക് ഏതെങ്കിലും ഒരു ചിപ്സെറ്റ്, അതായത് ചിലപ്പോൾ A15 വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് A16 തന്നെ ചിപ്സെറ്റ് വരാനായിരിക്കും ചാൻസ്. ഈ പറഞ്ഞ എല്ലാ ലൈനപ്പിലും A16 വന്നിട്ട് ഈ പറഞ്ഞ iPhone Ultra റിലീസ് ആവണമെങ്കിൽ അതിൽ മാത്രം ഒരു A17 ചിപ്സെറ്റ് കൊടുക്കും. ഈ പറഞ്ഞ എല്ലാ ചിപ്സെറ്റും 3 നാനോമീറ്റർ ആർക്കിടെക്ചറിലായിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അടുത്തൊരു ഡിവൈസാണ് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ കാര്യം. ആപ്പിൾ വാച്ചിൻ്റെ കാര്യം നോക്കുമ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 9ൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല, നേരെ മറിച്ച് സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ വാച്ച് അൾട്രയുടെ കാര്യങ്ങൾ അറിയാനാണ് താല്പര്യം. കാരണം ഈ പറയുന്ന ഡിവൈസ് ഒരു ഗ്രാഫൈറ്റ് കളറിലായിരിക്കും വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ G-Shockലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റഗഡ്നെസ്സും ആ ഒരു ടഫ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ബ്ലാക്ക് കളറിലാണ്, അല്ലെങ്കിൽ ആ ഒരു മഡി കളറിലാണ്. ആ പറഞ്ഞ സെയിം കളർ കോമ്പിനേഷൻ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പുതിയ ഐപാഡ്സ് വരുമെന്നും ആൻഡ് നമ്മുടെ iMacഉം MacBookഉം പുതിയത് വരുമെന്നും പറയുന്നുണ്ട്. iMacൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂഷ്വലി കാണുന്നത് ഒരു 24 ഇഞ്ചിൻ്റെ iMac ആണ്. iMac എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പ്. പക്ഷേ ഇനി വരാൻ പോകുന്ന iMac എന്ന് പറഞ്ഞാൽ 30 ഇഞ്ചിൻ്റെ മൈക്രോ OLED വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോ OLED വെച്ചിട്ടുള്ള ഒരു iMac ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്ബുക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പുതിയൊരു MacBook Airഉം പുതിയൊരു MacBook Proയും കാണാൻ പറ്റും വിത്ത് M3 ചിപ്സെറ്റ്. നമുക്കറിയാം WW23 ഏറ്റവും അവസാനത്തെ M2 ഫാമിലി മെമ്പറിനെ കൂടെ ആപ്പിൾ റിവീൽ ചെയ്തു. ഇനി M3 ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഡിവൈസും അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ലീക്കേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ലീക്കാണ് മിൻചീക്കോ എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി പറഞ്ഞനുസരിച്ച് നമുക്കൊരു പുതിയ എയർപോർട്സ് ലൈറ്റ് ലഭിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാ ആപ്പിൾ യൂസേഴ്സിനും ഒരു ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ പറയേണ്ട, അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പെയറായിട്ട് യൂസ് ചെയ്യേണ്ട 2 ഡിവൈസുകളിൽ ഒന്നാണ് ആപ്പിൾ വാച്ചും അതേപോലെ എയർപോർട്സും. ഈ പറഞ്ഞ എയർപോർട്സ് നമ്മൾ എടുക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ഹൈ പ്രൈസിങ് തന്നെയാണ്. 20,000-24,000 രൂപയൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ എയർപോർട്സിൽ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ എയർപോർട്സ് ലൈറ്റ് വരികയാണെങ്കിൽ പുതിയ എല്ലാ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവരികയും ചെയ്യും, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ആപ്പിൾ യൂസേഴ്സും ഒരു എയർപോർട്സും സ്വന്തമാക്കും. ഇങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ചിലാണ് മാറ്റം വരുന്നത്. $99 മിൻചീക്കോ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 10,000 രൂപ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 തൊട്ട് 15 രൂപയുടെയൊക്കെ നടുക്കായിരിക്കും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ എയർപോർട്സ് ലൈറ്റ് വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഒരു എയർപോർട്ട് മാക്സും 2020 ഈ പറഞ്ഞ എയർപോർട്സ് മാക്സ് ആപ്പിൾ റിലീസ് ചെയ്ത്. ഇത്രയും കൊല്ലമായിട്ടും അതിനൊരു പുതിയ മോഡലോ പുതിയ ജനറേഷനോ വന്നിട്ടില്ല. നമ്മുടെ ഈ പറയുന്ന വിഷൻ പ്രോയിൽ വരുന്ന ബാക്കിൽ വരുന്ന ആ ഒരു അക്യൂസ്റ്റിക്സിൻ്റെ അല്ലെങ്കിൽ ആ പറയുന്ന മെഷായിരിക്കും നമ്മുടെ എയർപോർട്സിൻ്റെ മാക്സിന് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അതേപോലെ മൾട്ടിപ്പിൾ കളർ വേരിയൻറ്റും നമ്മുടെ എയർപോർട്ട് മാക്സിന് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇനി വിഷൻ പ്രോൻ്റെ കാര്യങ്ങളിൽ പറയുമ്പോൾ വെയിറ്റ് കുറഞ്ഞ ആപ്പിൾ ബാറ്ററി ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇമ്പിൾഡായിട്ട് ബാറ്ററി ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി നേരം ബാറ്ററി ലൈഫ് ആണെങ്കിൽ ഒരു ബാറ്ററി പാക്ക്, ഒരു വള്ളി പോലെ ഒരു സംഭവം കൊടുത്തിട്ടില്ലേ, അത് തന്നെ. പക്ഷേ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ വിഷൻ പ്രോ യൂസ് ചെയ്യുന്ന ടെസ്റ്റേഴ്സ് പറയുന്നത് കുറച്ചധികം വെയിറ്റ് ഉണ്ടാകും. അതായത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ പറഞ്ഞ എയർ വിയർ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ പോലെ കുറച്ചധികം കനമുണ്ടാകുമെന്നാണ്
പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസ് ഓവർ ഹീറ്റ് ആവുന്ന ഒരു ചെറിയ പ്രശ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഡിവൈസ് ഇറക്കുമ്പോൾ ഒരു ഫോഴ്സ് ക്വിറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കും. നമ്മൾ ഈ ഡിജിറ്റൽ ക്രൗൺ, നമ്മുടെ ഈ വിഷൻ പ്രിൻ്റ് പൊക്കത്ത് ഡിജിറ്റൽ ക്രൗൺ 2 വട്ടം ഞെക്കി കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാമാണോ ആ ഒരു പ്രോഗ്രാം ഫോഴ്സ് ക്വിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിവൈസ് ഷട്ട് ഡൗൺ ആവുന്നതായിരിക്കും. അങ്ങനെയും ഈ പറഞ്ഞ ഈ ഒരു വിഷൻ പ്രോൻ്റെ കാര്യങ്ങൾ. അടുത്തൊരു കാര്യം, എല്ലാവരും കാത്തിരിക്കുന്ന iOS 16.6 ബേറ്റ 4 ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം iPad OSും Mac OSും TV OSും വാച്ച് OSിൻ്റെ ഒക്കെ ബേറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS 16.6 ബേറ്റ 4 വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണുക. കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവായ OSിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി, നിങ്ങൾക്ക് കാണാനും പറ്റും. നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ന്യൂസ് APIയിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി, അതേപോലെ മനസ്സിലായി വരുന്നു. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്ന കുറേയധികം കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. ആൻഡ് നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒന്നും കൂടെ തരികയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Xavier signing from Erica.